ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മരുമോൾ ഇന്ന് രാവിലെ ഇവിടെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇന്നലെ ഏട്ടന് ടൈലിട്ടത്. മറ്റേ നമ്മളിവിടെ ഇങ്ങനെ പേപ്പർ വെച്ചിട്ടായിരുന്നു പാത്രമൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ ടൈലിട്ട് തന്നു. അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി, പിന്നെ നല്ല ചൂര മീൻ കറി. സൂത്രം ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ. ഇതേ കണ്ടോ, എൻ്റെ മത്തങ്ങ കണ്ടോ കണ്ടോ. ഞാനാണ് എപ്പോഴും ഇവിടെ വന്നിട്ട് ഞാൻ പറയും മത്തങ്ങ ഉണ്ടായില്ല, കള്ളമത്തനാന്ന് പറയും. പക്ഷേ ഇന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒളിച്ച് കിടക്കുന്നത്. നമുക്കിന്ന് തോരൻ വെക്കാനായിട്ട് മത്തയില, പിന്നെ ഒരു സാമ്പാർ ചീരയുടെ തണ്ട്, പയറിൻ്റെ ഇല, പച്ചച്ചീര, ഇത്രയാണ് നമുക്കിന്ന് തോരൻ വെക്കാനായിട്ട് ഞാൻ പറിച്ചെടുത്തത്. പിന്നെ നമുക്കിന്ന് ഇത്രയും പയർ കിട്ടി. പിന്നെ വെള്ളക്കാന്താരി, നിത്യവഴുതനങ്ങ 3 ഉള്ളൂ, കോവയ്ക്ക 1 ഉള്ളൂ, പിന്നെ ഒരു തണ്ട് കരിയാപ്പില എടുത്തു. ഈ പ്രാവശ്യം എൻ്റെ വണ്ടിയുടെ ടയർ മാറ്റിയതായിരുന്നു. അപ്പം മോന് അതിന് പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നേരത്തെ ഒരു ടയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇതിലും ചെടി ഇടാനാന്ന് പറഞ്ഞു. പിന്നെ ഉണങ്ങിയിട്ടിടാന്ന് വെച്ചിട്ടുണ്ട്. ഇനി ചെടി ഇട്ടില്ല എന്ന് പറഞ്ഞു. മാവേനിപ്പം വീണ് മാങ്ങ കണ്ട. ഞാൻ അവിടെ അപ്പുറത്തേക്കായിരുന്നു. അപ്പം ഞാൻ കണ്ടിരിങ്ങനെ വീഴുന്നത് പഴുത്ത മാങ്ങയാണ്. 2 എണ്ണം കിട്ടി. ഇപ്പം ഇത് ആദ്യം വീണത്, പിന്നെ അത് കഴിഞ്ഞ് വീണത്. രാവിലെ കുറേ എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഓരോരുത്തർ കൊടുക്കും. എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചുമോൻ്റെ കയ്യിലൊരു കയറ് വെച്ചിട്ട് എനിക്ക് പിടിച്ചോണ്ട് അവനിങ്ങനെ ഓടിക്കളിക്കും. അപ്പോൾ അതിൻ്റെ പുറകിന് പൂച്ച ആ കയറി പിടിക്കാനായിട്ട് അവൻ്റെ പുറകിന് നടക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം മോൻ പിന്നെ അവളെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവിടാനായിട്ട് പോയി. ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു 2-3 കിലോമീറ്ററിനകത്തേ ഉള്ളൂ മരുമോടെ വീട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. പിന്നെ മൂത്ത മോനും മരുമോളും ഇന്ന് ജോലിക്ക് പോയിട്ടില്ലായിരുന്നു, അവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അവളിവിടെ വീട്ടിൽ ഇച്ചിരി നേരം ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് പോകാൻ പറഞ്ഞു. കൊച്ചുമോൻ അവിടെ ഇരുന്ന് ഇപ്പോഴും അവിടെ നിന്ന് കളിക്കുന്നതേ ഉള്ളൂ. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് സൂം ചെയ്ത് കാണിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ ഇത് ഇടയിൽ കൂടെ ഒരു ചെറിയ ചാലുണ്ട് തോട്ടിലോട്ട് വെള്ളം പോകാനുള്ള. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്ലാവ് വാർത്തിട്ടേക്കാണ്. അതേ കൂടാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ഇത് നമ്മുടെ പട്ടിക്കൂടാണ്. നേരത്തെ കോഴിക്കൂടായിരുന്നു, ഇപ്പോൾ അവരെ 2 പേരെ കെട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പറമ്പ് ഈ ചാലിൻ്റെ ഇവിടെ തൊട്ട് ഇങ്ങനെ അങ്ങോട്ടാണ്. ആ കവുങ്ങ് നിൽക്കുന്ന ഭാഗം തൊട്ട് ഇങ്ങോട്ട് കപ്പയൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതിന് നേരെ എതിർ സൈഡ് നമ്മുടെ തോടാണ്, പോകോട്ട്. അപ്പോൾ ഇത് എൻ്റെ അച്ഛനെ അടക്കിയ സ്ഥലമാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന അടുത്തൊരു പട്ടിക്കൂട്. 3 പട്ടികളുണ്ട് ഇവിടെ കേട്ടോ. 3 പട്ടി 2 പൂച്ച. അപ്പോൾ തോട്ടിലിപ്പം നമുക്ക് വെള്ളം കുറവാണ്. ഇതോ ആ മാവ് ഒരു കൊച്ചു തൈത്തെങ്ങ് നിൽക്കുന്നില്ലേ, അവിടെ വരെയാണ് നമ്മുടെ വസ്തുവിൻ്റെ അതിരെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗമാണ്. ഇപ്പം നമ്മൾ നേരെ കയറി വരുമ്പോൾ അടുക്കള ഭാഗമാണ് കാണുന്നത്. അപ്പോൾ പരിസരമൊക്കെ ഒരുവിധം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് നമ്മൾ അറിയാതെ ആരെങ്കിലും ഇവിടെ വരുമ്പം കാണുമ്പം പറയത്തില്ലേ, വീഡിയോയ്ക്ക് വേണ്ടി അത്രയും ചെയ്ത് വെച്ചേന്ന്. അപ്പം അത് വേണ്ട, ഇങ്ങനെ കിടക്കട്ടെ. ഇവിടെ ഒരു കട്ടിൽ നമ്മൾ വെളിയിലിട്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പെരക്കകത്ത് സ്ഥലം കുറവാണ്, അതുകൊണ്ട് ഇത് വെളിയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ചെടികളൊക്കെ നട്ട്. പിന്നെ നമുക്കൊരു കിണറുള്ളത് കെട്ടിക്കിളർത്തിയിട്ടില്ല. ഇതിങ്ങനെ വേലി വെച്ചിരിക്കുകയാണ് കുഞ്ഞുണ്ടായതുകൊണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ എന്താ, ഇവിടെയൊക്കെ ചെടികളാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇവിടെയും ചെടികളൊക്കെയാണ്. ഞാൻ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ കൊച്ചുമോനാണ്, 2ാമത്തെ മോന്. കാണിക്കാം. കൊച്ചുമോൻ ഇന്ന് രാവിലെ അവർ അച്ഛനൊരു ഊഞ്ഞാലിട്ട് കൊടുത്താണ്. അപ്പോൾ ഈ കെട്ടൊക്കെ കണ്ട, ഈ കെട്ട് തൊട്ട് ഇങ്ങോട്ടാണ് നമ്മുടെ വസ്തു. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഗാർഡനാണ്. അതിൽ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെടികൾ നടുന്നതും വാറ്റുന്നതും ഒക്കെ. ഇന്നാരെന്നൊന്നുമില്ല, എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇവിടെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. ബോൾസം കണ്ടോ, ഈ നിൽക്കുന്നത് കണ്ടോ, ഇനി വേറൊരു പൂ കണ്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ നമ്മൾ കെട്ടിയിട്ടുള്ളൂ, ബാക്കി സൈഡൊന്നും കെട്ടിയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം ഇതാണ് നമ്മുടെ ബാത്റൂം. അപ്പോൾ ഇതിങ്ങനെ ബാക്ക് സൈഡ് വരുന്നതാണ്. ഇപ്പോൾ വയലായതുകൊണ്ട് എപ്പോഴും പോച്ചയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ വൃത്തിയാക്കും. ഇപ്പോൾ തോട്ടി വെള്ളം കുറവാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിതോ അങ്ങ് ആ ഭാഗത്ത് കണ്ടോ, ആ ഭാഗത്തായിട്ട് കവുങ്ങൊക്കെ നിൽക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് വണ്ടി വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്ന് വരുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇങ്ങനെ നടന്ന് നമ്മൾ മേളിൽ പാലത്തിൻ്റെ അവിടെ വരണം, എന്നിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടും പരിസരവും. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീടും പരിസരമൊക്കെ കാണും. ഇത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറേ സൈഡ് ഭാഗമാണ് കണ്ടോ. അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്ക് തോടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വീട്. നല്ല വെള്ളപ്പൊക്കമൊക്കെ ആകുമ്പോൾ മഴ പെയ്യും, വെള്ളമൊക്കെ നമ്മുടെ പരിസരത്ത് കയറും, മുറ്റത്തൊക്കെ ആവും. ഇപ്പം നമ്മളിവിടെയാണ് കുളിക്കുന്നേ നനയ്ക്കുന്നതൊക്കെ. പിന്നെ അടുത്തൊന്നും വീടില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അതിൽ നിന്നും കുഴപ്പമൊന്നുമില്ല കണ്ടോ. പിന്നെ മേളിൽ നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ ഒരു വീടുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ അത് നമ്മളിവിടെ തോട്ടിൽ നിന്ന് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പിന്നെ ഇങ്ങനെ വയലാണ് കൂട്ടുകാരെ. നമ്മുടെ വീട് വയലിന് സെൻറ്ററിലാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം വയലാണ് കണ്ടോ, ഇങ്ങനെ ചുറ്റോടും വയല. മാവിലൊക്കെ നിറച്ച് മാങ്ങയുണ്ട് കണ്ടോ. ഇങ്ങനെ മൊത്തം വയലാണ് കൂട്ടുകാരെ, 4 ഭാഗവും നമുക്ക് വയലാണ്. നമ്മുടെ വീടും പരിസരമൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? വയലല്ലേ, എപ്പോഴും നമുക്ക് പോച്ച ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പോച്ച പിച്ചി ഇരിക്കും. പിന്നെ ചില സമയത്തൊക്കെ നമുക്കൊരു മടി വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആകുമ്പോൾ കാടാവും. പിന്നെ കുറേശ്ശെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. അല്പം പരിസരമൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് കൂട്ടുകാരൊന്നും വിചാരിക്കരുത് കേട്ടോ.